ഈ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഇട്ട മിഡിൽ ഈസ്റ്റ് വീഡിയോ സിറിയയുമായിട്ട് ബന്ധപ്പെട്ട ആ വിഷയത്തിൻ്റെ തുടർച്ചയാണ്. ഇപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ, ഏതാണ്ട് 70,000-ലധികം ആൾക്കാർ ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി താമസിക്കുന്ന ധാര, അതേപോലെ അൽ സുവൈദ എന്ന് പറഞ്ഞ ഈ രണ്ട് സ്ഥലങ്ങളെയും പിടിച്ചടക്കാൻ വേണ്ടി വരുന്നതായിട്ടുള്ള ഒരു വാർത്ത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവരെവിടെ എത്തി, എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല എന്നുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ കുറച്ച് ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അതായത് ഇവർ സിറിയയിൽ മാത്രമുള്ള ആൾക്കാരല്ല, ഇവർ ഇറാഖിൻ്റെ ഭാഗത്തു നിന്നും കൂടി ബസ് പിടിച്ച് വരികയാണ്. അതായത് വലിയ വലിയ ബസ്സുകൾ, അതുപോലെ തന്നെ ട്രക്ക്, വലിയ വലിയ ട്രെയിലർ ട്രക്കുകളിൽ മൊത്തത്തിൽ ലോഡ് കണക്കിൽ ആൾക്കാരെ അടിച്ച് കയറ്റി കൊണ്ടുവന്ന് ഇറക്കുകയാണ് സിറിയയ്ക്കുള്ളിൽ. ഇത് ഞാൻ ഒരു 4 ദിവസത്തിന് മുമ്പ് തന്നെ ഇത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചിലർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ചിലർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇറാഖിലുള്ള ടീമുകളെ പതിയെ സിറിയയിലോട്ട് നീക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാഖിൽ ഇന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥന നടന്ന സമയത്ത് ഒരു ഇമാം അയാൾ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ ഡ്രൂസിന്റെ സ്ഥലത്തേക്ക് പോകുന്നു, അത് കഴിഞ്ഞിട്ട് നേരെ ഇസ്രായേലിലേക്ക് പോകുന്നു എന്നാണ് പ്രസ്താവന പുറപ്പെടുവിച്ചത്. ഈ ഫോട്ടോയിൽ ഞാൻ കാണിക്കുന്ന ഈ വ്യക്തിയാണ് ഈ പ്രസ്താവന പുറപ്പെടുവിച്ചത്. ഇത് എന്തിനുള്ള ആഹ്വാനമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പേരെടുത്ത് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതേപോലെ ഈ സുന്നി മുസ്ലിംസ് എല്ലാം കൂടെ ചേർന്ന് കൂട്ടായ്മയായിട്ട് നേരെ ഇസ്രായേലിലേക്ക് തന്നെയാണ്. അതായത് ഈ ഒരു സിറിയയിലെ ഈ ഒരു ക്വനെഡ്ര, ദാര, അതുപോലെ തന്നെ ഈ അൽ സുവൈദ എന്ന് പറഞ്ഞ ഈ പ്രദേശങ്ങളൊക്കെ അവരൊന്ന് കീഴ്പ്പെടുത്തി. അത് പഴയ രീതിയിൽ പടയോട്ടം അത് തന്നെയാണ്. ചരിത്രത്തിൽ നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിലപ്പം ഈ ഖിലാഫത്ത് പ്രസ്ഥാനമൊക്കെ നടന്നിരുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മളൊന്ന് ഓർത്ത് നോക്കുന്നത് നന്നായിരിക്കും. കാരണം ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നടക്കുന്നത്. പിന്നെ വീഡിയോസ്, ഫൂട്ടേജസ് ആണെങ്കിൽ ഒരുപാട് അവൈലബിൾ ആണ്, ചവർ പോലെ. കാരണം വെച്ചാൽ എല്ലാവരുടെയും കയ്യിൽ മൊബൈലുണ്ട്. അതായത് ഈ തീവ്രവാദികളായിട്ടുള്ള ആൾക്കാരുടെ കയ്യിലെല്ലാം മൊബൈലുണ്ട്. അവരൊക്കെ തന്നെ മാറി റീൽസും ചെറിയ ചെറിയ ഷോർട്സും ഇതൊക്കെ എടുത്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാണ്. അതുകൊണ്ട് മൊത്തത്തിൽ അവൈലബിൾ ആണ്. അപ്പം പ്ലെൻറ്റി ഓഫ് വീഡിയോസ് അവൈലബിൾ ആണ്. ഇതിനായിട്ട് അവരെന്താണ് ചെയ്യുന്നത്, എല്ലാവരും തന്നെ കയ്യിൽ ഒരു ഡ്രിമ്മറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരവർ സ്വന്തമായിട്ട് മൂവി എടുക്കുക, റിലീസ് ചെയ്യുക. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. താടി എടുക്കുക, മീശ എടുക്കുക, മൂവി റിലീസ് ചെയ്യുക. പിന്നെ അതിലുപരിയായിട്ട് ഈ താടി മീശ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി പിന്നെ അവർ ജീവനോടെ നമുക്ക് നോക്കണ്ട, അത്രേ ഉള്ളൂ. താടി മീശ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യം കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതങ്ങ് മനസ്സിൽ വെച്ചു. അല്ലെങ്കിൽ ഇവർ താടി മീശ മാത്രമല്ല എടുക്കുന്നത്, ഇവർ അതിലുപരിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഇവർ സിംബോളിക്കായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ താടി മീശ എടുക്കുക എന്നുള്ളത്. ഇപ്പം ഞാൻ ഈ മാപ്പിൽ കാണിക്കുന്നത് ഇസ്രായേലിന് ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ഡോമിനൻസ് കിട്ടാനിരുന്ന ഒരു സാഹചര്യമായിരുന്നു. വളരെ സ്മൂത്ത് ആയിട്ട് അമേരിക്ക ഇടപെടുത്തിക്കൊണ്ട് സിറിയയുമായിട്ട് ഒരു നോർമലൈസേഷൻ ക്രിയേറ്റ് ചെയ്ത് ഇസ്രായേലിന് വേണ്ട സ്ഥലങ്ങളൊക്കെ നേടിയെടുക്കാം എന്നുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇസ്രായേലിന് വളരെ വ്യക്തമായിട്ട് അറിയാം അത് സാധ്യമല്ല എന്നുള്ളത്. കാരണം ജലാനി പറഞ്ഞാൽ അനുസരിക്കുന്ന ആൾക്കാരല്ല അവിടെയുള്ളത്. അതുകൊണ്ട് ഈ സ്ഥലങ്ങൾ മൊത്തം ഇസ്രായേലിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു മൊമെന്റ് വരുമ്പോഴത്തേക്കും ഇതേപോലത്തെ ഒരു പ്രൊട്ടസ്റ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിനിപ്പോൾ ഡ്രൂസ് ഒരു നിമിത്തമായി തീർന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിലുപരിയായിട്ട് അതിനകത്ത് വേറെ ഒന്നും തന്നെ കാണാനില്ല. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ജലാനി എടുത്തിരിക്കുന്ന തീരുമാനം തന്നെ തെറ്റാണ് എന്നുള്ള നിലയിലാണ് ഈ ഇത്രയും ഇറാഖ്, സിറിയയിലുള്ള മൊത്തത്തിലുള്ള ഈ സുന്നി വിഭാഗത്തിൽപ്പെട്ട മൊത്തം ആൾക്കാരും തന്നെ ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ ഇസ്രായേലിനെതിരെ തന്നെയാണ്. ഡ്രൂസ് അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ചെറിയൊരു സമൂഹം മാത്രമാണ്, ചെറിയൊരു സൊസൈറ്റി. അപ്പോൾ അവരുടെ എയിം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ മാപ്പിൽ നിങ്ങൾ നോക്കിക്കോളൂ. ദാര, അതുപോലെ തന്നെ ഈ അൽ സുവൈദ, ഇതിന്റെ മുകളിൽ കിടക്കുന്ന ഈ ഡമസ്കസിന്റെ ഭാഗത്ത് കിടക്കുന്ന ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെയും സിറിയക്കുള്ളിൽ നിന്ന് ഇഡ്ലിബ ഭാഗത്ത് നിന്നൊക്കെ ഉള്ള മാപ്പിന്റെ ഞാൻ ആരോ മാർക്ക് കാണിക്കുന്ന ഈ അപ്പർ സൈഡിൽ നിന്ന് കംപ്ലീറ്റ് സിറിയയുടെ ഉള്ളിലുള്ള സുന്നി മുസ്ലിംസ് ആണ് ഇപ്പൊ ഇങ്ങോട്ട് ഈ മൊത്തത്തിൽ ഈ ഏരിയ മൊത്തം വളഞ്ഞങ്ങ് വരികയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതിലുപരിയായിട്ട് ഇപ്പുറത്ത് ഇറാഖിന്റെ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക്, അതായത് ഈ ഞാൻ ഈ ആരോ മാർക്ക് കാണിക്കുന്ന ഇപ്പുറത്തെ സൈഡിലേക്ക് എനിക്ക് റൈറ്റ്, നിങ്ങൾക്ക് ലെഫ്റ്റ്, അങ്ങനെയൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആരോ മാർക്ക് വെക്കുന്നത്. ഈ ആരോ മാർക്ക് വെക്കുന്ന സ്ഥലത്താണ് ഇറാഖിന്റെ സൈഡിലുള്ള കംപ്ലീറ്റ് സുന്നി മുസ്ലിംസും ഈ സൈഡിലൂടെ കയറി വരുന്നത്. അപ്പൊ അതായത് മൊത്തത്തിൽ ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ നല്ല രീതിയിൽ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വരുന്നത്. ഉപദ്രവം മാത്രമല്ല, അവരെ തൂത്ത് പറക്കി കളയുക, അതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പൊ എന്തായാലും അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പൊ ഇവരിപ്പോ ഇന്ന് ഡേ ടൈം ഫുള്ള് ഇപ്പോൾ ഓൾറെഡി അവർ അൽ സുവൈദ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിൽ ഈ ടോപ്പ് മോസ്റ്റിൽ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം ഇവർ ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിവരം അനുസരിച്ച് 1000-ലധികം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം എന്നുള്ളൊരു വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഇതുവരെ ഇപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ, ഇസ്രായേൽ ക്ലിയർ കട്ട് വാണിംഗ് കൊടുത്തിട്ടുണ്ട് ഈ അബു മുഹമ്മദ് അൽ ജലാനിക്ക്. എന്ത് വാണിംഗ് ആണെന്ന് പറഞ്ഞാൽ 48 മണിക്കൂർ, വിത്തിൻ 48 hours നിന്റെ എത്ര വലിയ ട്രൂപ്പ് ആണെങ്കിലും ഇവിടെ നിന്ന് എടുത്തോണ്ട് പൊയ്ക്കോണം.
ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ എയർ സ്ട്രൈക്ക് തുടങ്ങും എന്നുള്ള വാണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇസ്രായേൽ പറഞ്ഞിട്ട് തന്നെ ഏതാണ്ട് 48+ ഒരു 7-8 അവേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് 30 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒരു 12 അവേഴ്സിന്റെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതുവരെ ഇസ്രായേൽ വെയിറ്റ് ചെയ്തിരുന്നാൽ ഇനിയും ഇതിൽ കൂടുതൽ നഷ്ടം ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് സംഭവിക്കും. ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിലാണ് ഏറ്റവും കൂടുതൽ ഇന്റൻസിഫൈ ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ ഒരു പീക്ക് ലെവലിൽ, അതായത് ഡ്രൂസ് കമ്മ്യൂണിറ്റി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളിൽ ഏറ്റവും പീക്ക് ലെവലിലുള്ള ഒരു ദുരന്തമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും ഇവരെ കരകയറ്റണം എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ എയർ സ്ട്രൈക്ക് തന്നെ ചെയ്യണം. ഇസ്രായേൽ എയർ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഹെവി ആയിട്ടുള്ള എയർ സ്ട്രൈക്ക് ആയിരിക്കും ചെയ്യുന്നത്. യുവമാരുടെ കഴിച്ചല്ലേ നമുക്ക് കണ്ടു കഴിയുമ്പോൾ തന്നെ ഒരു രാജ്യത്തിൽ നിന്നും മൊത്തത്തിലുള്ള ആൾക്കാർ, ഒരു രാജ്യത്തിൽ നിന്നും ഇപ്പൊ ഇറാഖ് എന്ന് പറഞ്ഞാൽ ഇറാഖിലുള്ള സുന്നികൾ മൊത്തം, സിറിയ എന്ന് പറഞ്ഞാൽ സിറിയയിലുള്ള സുന്നികൾ മൊത്തം, ഇവരെല്ലാം തന്നെ ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ നോക്കി വരികയാണ്. ഇവരുടെ കയ്യിൽ എല്ലാം തോക്കുണ്ട്. അതാണ് ഇതിലെല്ലാം അതിശയിപ്പിക്കുന്ന കാര്യം. പക്ഷെ ഇവർക്ക് എവിടെ നിന്നാണ് ഇത്രമാത്രം തോക്ക് ഇവരുടെ കയ്യിൽ? അതായത് തുമ്മിയാലും ചിരിച്ചാലും ഒന്ന് ദേഷ്യപ്പെട്ടാലും വെടിവെക്കുന്ന ഒരു ഏർപ്പാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ പരസ്പരം ചിലപ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും വെടിവെച്ച് കളിക്കുന്നത്. ആ രീതിയിലാണ് വളരെ ഈസി ആയിട്ട് ഇവരുടെ കൈകളിൽ ഈ തോക്കിന്റെ വിളയാട്ടം. അതായത് ജൊലാനിക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എങ്കിൽ ജൊലാനി തെളിയിക്കേണ്ട ദിവസമാണ് ഇപ്പോൾ. ജൊലാനിയുടെ ഒറ്റ വാക്കിൽ ഇവരെല്ലാം തന്നെ മടങ്ങിപ്പോയെങ്കിൽ ജൊലാനിയുടെ ലീഡർഷിപ്പിന് കിട്ടുന്ന അപ്രിസിയേഷൻ ആയിരിക്കും അത്. ഇനി മടങ്ങി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ എയർ സ്ട്രൈക്ക് തുടങ്ങും. 100 കണക്കിന് ഫൈറ്റർ ജെറ്റുകൾ പോയി തുരുതുര അങ്ങ് ബോംബിടും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. സംഭവം ഞാൻ പറയുന്ന പോലെ അത്ര ചെറിയ കാര്യമൊന്നുമില്ല, വൻ സംഭവമാണ് ശരിക്കും. നിങ്ങൾ റിയലൈസ് ചെയ്ത് നോക്കൂ. നമ്മൾ പണ്ട് തോർ അതേപോലത്തെ വലിയ മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അതേപോലത്തെയൊക്കെ കോൺസ്റ്റന്റൈൻ എന്ന് പറഞ്ഞ പിന്നെ റോമൻ എംപററിന്റെ മൂവീസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ആ രീതിയിലുള്ള പടയോട്ടമാണ്. അന്നത്തെ കാലത്ത് പടയോട്ടം എന്ന് പറഞ്ഞാൽ അവർ ബോഡി ബിൽഡേഴ്സ് ആയിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്തെ പടയോട്ടം എന്ന് പറഞ്ഞാൽ അറിയാലോ, തോക്ക് കയ്യിലുണ്ട്, അതുകൊണ്ട് ഏതവനും പടപൊരുതാൻ വേണ്ടി വരുന്ന രീതിയിലാണ്. പക്ഷെ മാസ് ക്രൗഡ് അതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മാസ് ക്രൗഡ് ശരിക്കും പറഞ്ഞാൽ ഒരു മാസ് മൊബിലൈസേഷൻ, മോബിലിജിങ് എന്നൊക്കെ പറയുന്ന കണക്ക് ഒരു മാസ് മൊബിലൈസേഷൻ മൂവ്മെന്റ് ആണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ ഇതിന് ഇസ്രായേലിന് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഇസ്രായേലിന് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ നേരെ ഇസ്രായേലിലോട്ട് തന്നെ കയറി വരും. അത് തന്നെയാണ് അവരുടെ നിലപാട്. വീഡിയോ ഫുട്ടേജസ് ഒക്കെ ഞാൻ സൈഡിൽ വെക്കുന്നുണ്ട്. ഓരോന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. കാരണം ആ രീതിയിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെല്ലാം തന്നെ ഓരോന്നായിട്ട് പറയുന്നില്ല. നിങ്ങൾ ആ ബസ്, ട്രക്ക്, ഇവർ ട്രാൻസ്പോർട്ട് ചെയ്ത് വരുന്ന രീതി ഇതെല്ലാം കണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇതിനകത്ത് വേറെ ആരുടെയും വീഡിയോസ് ഞാൻ വെച്ചിട്ടില്ല. എല്ലാം തന്നെ ഈ ഒരു ഇറാഖ്, സിറിയയിലുള്ള സുന്നി സൈഡിലുള്ള ആൾക്കാരുടെ വീഡിയോ ആണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയെ തുടർന്ന് അമേരിക്കയിൽ നിന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്ന് അർജന്റായിട്ട് US കോൺഗ്രസ് വിളിച്ചു ചേർക്കുകയും സെനറ്റിൽ അപ്രൂവൽ 500 മില്യൻ്റെ ആയുധങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇസ്രായേലിന് കൊടുത്തേക്കാണ്. ഇന്ന് രാത്രി തന്നെ വരും. ആ രീതിയിൽ എമർജൻസി ആയിട്ട് പാസ്സാക്കിയിരിക്കുകയാണ്. ഇതിനകത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഡെമോക്രറ്റുകളും റിപ്പബ്ലിക്കൻസും രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഏതാണ്ട് 402 വോട്ടാണ് ഈ ഒരു ബില്ലിന് കിട്ടിയത്. 402 വോട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടി. 6 പേര് മാത്രമാണ് ഇതിനെ എതിർത്ത് വോട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ട് അങ്ങ് പാസ്സാക്കി ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇസ്രായേലിന് ഒരു ആയുധങ്ങളൊക്കെ കൊടുത്തിരിക്കുകയാണ്. പിന്നെ 2-3 വിയോജിപ്പുകൾ ഇസ്രായേലുമായിട്ട് അമേരിക്ക പങ്കുവച്ചിട്ടുണ്ട്. ആ വിയോജിപ്പുകളിൽ ഒന്ന്, ഗാസയ്ക്കുള്ളിൽ ഒരു കാത്തലിക് ചർച്ചിൽ ബൈ മിസ്റ്റേക്കൻലി ഇസ്രായേലി എയർഫോഴ്സ് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അവർ ബൈ മിസ്റ്റേക്കൻലി സംഭവിച്ചതാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ യുദ്ധഭൂമിയാണ്, അവിടെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് പലപ്പോഴും നമ്മൾ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ്. ഗാസയ്ക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അവിടെ ബോംബ് വീഴുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവിടെ ഗാസ എന്ന് പറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ് പ്രശ്നം. പക്ഷേ അമേരിക്ക ഇതിന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ട് സംഭവിച്ചു, ഈ മിസ്റ്റേക്ക് എങ്ങനെ നടന്നു എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു അമേരിക്കൻ ഫാമിലി IDFന്റെ അറ്റാക്കിന് വിധേയരായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടും ഈ 2 വിഷയങ്ങളിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്ക. പക്ഷേ എന്ത് വിയോജിപ്പ് രേഖപ്പെടുത്തിയാലും ആയുധങ്ങൾ തകൃതിയായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇറാഖിലെ തൗഹി ഓയിൽ ഫീൽഡ്, ഇതും ഈ ഒരു കുർദിഷ് മേഖലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കയ്ക്ക് കൂടി പാർട്ട്ണർഷിപ്പ് ഉള്ള ഒരു ഓയിൽ ഫീൽഡാണിത്. ആ ഒരു ഓയിൽ ഫീൽഡിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇറാഖിന്റെ ഉള്ളിലുള്ള സിറിയയുടെ ഉള്ളിലുള്ള കംപ്ലീറ്റ് US പൗരന്മാരും അതേപോലെ തന്നെ ഇറാഖിൽ സ്പെഷ്യലി എർബിൽ ആ മേഖലയിലൊക്കെ ഉള്ള ബേസിൽ പ്രവർത്തിക്കുന്ന US ബേസിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാരെയും ഇതിനെ ഒഴിപ്പിച്ചിട്ടുണ്ട്. അത് US പൗരന്മാരായിട്ടുള്ള ആൾക്കാരെയൊക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രസ്താവന ഇന്നലെയാണ് പുറപ്പെടുവിച്ചത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ മേഖല ഇപ്പം അത്ര സുരക്ഷിതമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്കൻ ബേസിൽ നിന്നും അമേരിക്കൻ പൗരന്മാരെ അവർ മാറ്റുന്നു എന്നുണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിൽ ചിന്തിക്കേണ്ടതിൻ്റെ ഒരു സാഹചര്യമാണ്. കാരണം ആ രീതിയിലാണ്. ആ രീതി എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അവിടെ എയർ സ്ട്രൈക്ക് നടത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം
ഇറാഖ് ആൻഡ് സിറിയ ഈ രണ്ട് മേഖലയിലുള്ള തീവ്രവാദികളെയാണ് ഇനി ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ ഉള്ളിലും കാഷ്വാലിറ്റീസും പല രീതിയിലുള്ള മിസൈൽസ്, റോക്കറ്റ് ഇതെല്ലാം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ എന്നിരുന്നാലും ഇസ്രായേലിന് ഇത് ചെയ്തേ പറ്റൂ. ഇസ്രായേലിന് ഇതിന് കോംപ്രമൈസോ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം കോംപ്രമൈസിലൊന്നും ഒതുങ്ങുന്ന ടീമല്ല ഇത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇസ്രായേലി നടപടികൾ എടുത്ത് മുന്നോട്ട് പോകുന്നതിന് ചെയ്യും. കാരണം ഇസ്രായേലിന് 1967 6 ഡേയ്സ് വാർ എങ്ങനെയാണ് നടത്തിയത് അതുമായിട്ട് ബന്ധപ്പെട്ട് കമ്പയർ ചെയ്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും അതിന്റെ നെക്സ്റ്റ് ലെവൽ പ്രതിസന്ധിയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അതിന്റെ നെക്സ്റ്റ് ലെവൽ ക്രൈസിസ് ആണ് ഇപ്പം ഇസ്രായേലിന് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്രൈസിസ് ഇസ്രായേൽ സർവൈവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇസ്രായേലിനെ നോക്കി കാണണ്ട, അതാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ശക്തമായ നടപടി എടുക്കാൻ തന്നെയാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഉള്ളിൽ നെസറ്റിലും നല്ല രീതിയിലുള്ള മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിച്ചിട്ട് ഈ റൈറ്റ് വിംഗ് പാർട്ടികളിലുള്ള, ഞാൻ പറഞ്ഞല്ലോ, ഒരു 11 പാർട്ടി, സാസ് പാർട്ടിയിലുള്ള 11 പേര് അവർ പിൻവലിച്ചിട്ടുണ്ട്. അവരുടെ പിന്തുണ ഓൾറെഡി അവർ പിൻവലിച്ച് കഴിഞ്ഞു. ഇപ്പം ലിക്വിഡ് പാർട്ടിക്ക് 48 സീറ്റാണ് ഉള്ളത്. ഇതിൽ ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് തന്നെ ഏതാണ്ട് 8-9 സീറ്റുകൾ ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് ഉണ്ട്. ഇസ്രായേലിന്റെ ഉള്ളിലുള്ള ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് ഉണ്ട്. അവരും ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന് തന്നെയാണ്, ഈ ലിക്വിഡ് പാർട്ടിക്ക് തന്നെയാണ് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അഥവാ ഇപ്പോൾ ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അല്ലെങ്കിലും ഇസ്രായേലിന്റെ സേഫ്റ്റി ഒരു ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. എന്നാലും ഈ ഒരു ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇസ്രായേൽ ഇറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ 48 സീറ്റിൽ നിന്നും വീണ്ടും ഒരു 8-9 സീറ്റുകൾ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പൊളിറ്റിക്കൽ സെനാരിയോ ഞാൻ 2-3 വീഡിയോകൾക്ക് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തത്. കാരണം അത് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവണം എന്താണ് അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സെനാരിയോ. അല്ലെങ്കിൽ ഞാൻ 11 സീറ്റ് 8 സീറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു എത്തും പിടിയും ഇല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ടോട്ടൽ 120 സീറ്റാണ്. അതിൽ 61 സീറ്റ് വേണം ഭരിക്കണം എന്നുണ്ടെങ്കിൽ. കാരണം അങ്ങനെ 61 സീറ്റ് നേടി ഭരണത്തിലിരിക്കുന്ന ആളാണ് നെതന്യാഹുയുടെ ലിക്വിഡ് പാർട്ടി. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഒരു കൊഴിഞ്ഞുപോക്കുകൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഒരു വ്യക്തമായല്ലോ. ഇങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ സ്റ്റേച്ചർ ഇസ്രായേലിന്റെ ഉള്ളിൽ. ഇനിയിപ്പോൾ ഇന്ന് ഈ ഒരു 48 മണിക്കൂർ സമയം കൊടുത്തിരുന്ന ഈ ഒരു വിത്തിൻ ടൈം ലൈനിൽ എന്തെല്ലാം രീതിയിലുള്ള ക്രൂരകൃത്യങ്ങൾ ഈ ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും ഇറങ്ങി വന്ന ഈ തീവ്രവാദികൾ എന്ത് തരത്തിലുള്ള പീഡനങ്ങളാണ് ഇവന്മാർ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഇനി നാളെ മാത്രമേ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.